ഉള്ള കാര്യം പറയണതിന് ഇപ്പോൾ ചേട്ടൻ ആരെ ഭയക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അതില്ല, ഞാൻ പറയാം. കാരണം ഞാനെന്നൊരു അമ്പലഞ്ചീവനായിട്ട് നിൽക്കുമ്പം എനിക്ക് ഒരു വ്യക്തിപരമായിട്ടൊരു പാർട്ടി ബേസിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. ഇപ്പം BJP-യുടെ അംഗരക്ഷകരുടെ ഇതിലാണ് ഞാനിപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇനിയിപ്പോൾ LDF ഭരണം വരണമെന്ന് ചേട്ടന് ആഗ്രഹമുണ്ടോ? LDF വരണമെന്ന് പറയാം. പൊതുവായിട്ടൊന്നും എനിക്ക് അതേക്കുറിച്ചൊന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. LDF സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം LDF വരുന്നതാണെന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾ പറയണത് ഗുണ്ട ഭരിക്കേണ്ടതാണ് പറയണത്, പിണറായി സർക്കാർ വേണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയുണ്ട് എന്നും പറയുന്നുണ്ട്. കാരണം ഞാൻ ഇതിനകത്തൊന്നും ഒരിടത്തും ഒരു ഭൂരിപക്ഷമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് അങ്ങനത്തെ ആൾക്കാരെ സംസാരിക്കാൻ കിട്ടണം വേണം. കാരണം ഞാനെന്നൊരു അമ്പലഞ്ചീവനായിട്ട് നിൽക്കുമ്പം എനിക്ക് ഒരു വ്യക്തിപരമായിട്ടൊരു പാർട്ടി ബേസിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല. അല്ല, നമുക്കിപ്പോൾ അല്ലേട്ടാ നമുക്ക് പാർട്ടി ബേസ് ഉണ്ട്, നമുക്ക് ജനങ്ങളെ പൾസറിയാണല്ലോ, നമുക്ക് പറയാനൊരു അവസരമാണിത്. അതപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഉള്ള കാര്യമല്ലേ പറയണേ, ഉള്ള കാര്യം പറയണതിന് ഇപ്പോൾ ചേട്ടൻ ആരെ ഭയക്കേണ്ട ആവശ്യമില്ല. ഇല്ല, അതില്ല, ഞാൻ പറയാൻ കാര്യം നമ്മളിപ്പോൾ എല്ലാ ജനങ്ങളും എടുത്തു വരില്ല. പൊതുവായിട്ട് സാധാരണക്കാരുടെ വിചാരം മുഴുവനും LDF-ന്റെ ഒരു മുൻഗണനയാണ് നോക്കുന്നത്. സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇവർ പൂർണ്ണമായിട്ട് ഇറങ്ങി ചെല്ലുന്നുള്ളത് പോയിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ UDF അധികാരത്തിൽ വന്നെന്നല്ലോ, അപ്പോൾ ചേഞ്ച് 10 കൊല്ലമായിട്ട് ഭരിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ LDF സർക്കാർ, അപ്പോൾ ഒരു ചേഞ്ച് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ട്. ചേഞ്ച് കാരണം നമുക്ക് എല്ലാ ഒരു വ്യക്തി കാരണം നമ്മുടെ പൊതുവായിട്ട് പറയുന്ന സാധാരണക്കാരെയും പൊതുവായിട്ട് ഉള്ള ജനങ്ങളുടെ ഇടയിൽ രണ്ട് പാർട്ടിക്കാരെ വ്യക്തിപരമായിട്ട് അവർ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ. LDF-ഉം UDF-ഉം. അപ്പോൾ ഇതിൽ ഏത് അതിനിടയ്ക്ക് ഇപ്പം BJP കയറുന്ന ചേട്ടന് ഉറപ്പുണ്ടോ? BJP കിട്ടൂല എനിക്ക് ഇല്ല, കാരണം എല്ലായിടത്തും കിട്ടാൻ പാടാ, കിട്ടൂല, അങ്ങനെ കിട്ടൂല. കിട്ടിയ 2-3 കിട്ടിയെങ്കിലുള്ളൂ, സീറ്റ് കിട്ടുകയുള്ളൂ. ഞാനൊരു വീഡിയോ കണ്ടു, 80 സീറ്റ് പിടിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പം LDF ഞാൻ BJP-യുടെ കൂടുതലായിട്ട് എൻ്റെ പൊതുവായിട്ട് നിൽക്കുമ്പം BJP-യുടെ അംഗരക്ഷകരുടെ ഇതിലാണ് ഞാനിപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, കാരണം ഞാൻ അമ്പലം ജീവനക്കാരൻ. കാരണം എനിക്ക് ഇതിനകത്ത് ഇത് കറക്റ്റായിട്ട് പറയുമ്പോഴത്തേക്ക് എനിക്ക് പൊതുവായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. പറയുവാണെങ്കിൽ പൊതുവായിട്ട് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് BJP-യായിട്ട് അനുഭവം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ടെന്നല്ല, ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ജനതാ പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പൊതുവായിട്ട് പറയുമ്പോഴത്തേക്ക് ഈ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പറയുകയാണെങ്കിൽ അമ്പലമായിട്ട് ബന്ധപ്പെട്ട് BJP-യുടെ ഒരു വരുന്നുണ്ട്. പിന്നെ BJP എനിക്ക് ഒരു കുറ്റം പറയാൻ പറ്റത്തില്ല. അല്ല, നമ്മൾ കുറ്റത്തിൻ്റെ അല്ല, നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ 3 പാർട്ടിയാണെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമ്മളത് പറയണം. അപ്പോൾ ചേട്ടനത് ചേട്ടൻ്റെ ഒരു പാർട്ടിയാണ് എന്നും പറഞ്ഞ് നമ്മളത് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കോമൺ ആയിട്ടല്ല നമ്മൾ പറയണത്. ഈ രണ്ട് ഇതിൽ നിൽക്കുമ്പോഴത്തേക്കും ഒന്നാമത് ഇപ്പം ഭരണപക്ഷത്തിൽ ഇവർ കൂടുതൽ ഭരണം വന്നിരിക്കുന്നത് കൊണ്ട് ഇത് എങ്ങനെ തീരും എന്നുള്ളത് പൂർണ്ണമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ ചോദിച്ചില്ല, തൃപ്തരാണോന്ന് ചോദിച്ചു. ഈ 10 വർഷം ഭരിച്ചിട്ട് LDF ഭരിച്ചിട്ട് ചേട്ടൻ ഓക്കെ ആണെന്ന് ഞാൻ ചോദിച്ചത്. തൃപ്തരാന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടെ, ഞാൻ പല വേദികളിലും പോയൊരു വ്യക്തിയാണ്. അവിടെ എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ കഴിവുകൊണ്ട് മാത്രം ഒരു പരിധി വരെ എത്തും. പക്ഷേ എങ്കിലും ഞാനിപ്പോൾ പിന്നെ ഇത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിലാണ് കൂടുതലും ഈ BJP-യുടെ ഇതുമായിട്ട് വരുവുള്ളൂ. എനിക്ക് വേറെ ഒന്നും ഇതിനകത്ത് വേറെ ഒന്നും പറയാൻ പറ്റില്ല. LDF വരണോ UDF വരണോ എന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, വ്യക്തിപരമായിട്ട് എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിപ്പോ ഇങ്ങനെ ഒരു ഇലക്ഷൻ പ്രമാണി അല്ലെ ചേട്ടൻ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ചോദിച്ചത്. മാറ്റം ആവശ്യമാണ്. നമ്മുടെ പുരാണത്തിൽ പോലും പറയുന്നുണ്ടല്ലോ, മാറ്റം ആവശ്യമാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അത് വെച്ച് പറയുകയാണെങ്കിൽ ഇതിപ്പം പൊതുജനങ്ങളുടെ കയ്യിലാണ്. ഇതിപ്പോ എങ്ങനെ ഇതിലൊരു വിജയം ആർക്കാണെന്ന് ഒന്നും പറയാൻ പറ്റില്ല. എല്ലാം ഒരു മുട്ടുസൂചി പോലെ. കാരണം ഇത് ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയാൻ പറ്റാത്ത അന്തരീക്ഷമാണ് വന്നിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നുമല്ല. എനിക്കിത് ഇത്ര ഓക്കെ, താങ്ക് യു കേട്ടോ.